ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കൂടുതൽ ബോഡി ലോഷൻസ് ആണ് കാണാൻ പോണത്. എല്ലാം നിങ്ങൾ കണ്ട് പരിചിതമായിട്ടുള്ള ബോഡി ലോഷൻസ് ആയിരിക്കും. എന്നാലും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്നും അത് മാത്രമല്ല ഇത് നല്ലതാണോ, ഇത് നല്ലതല്ലേ, ഇത് ഏത് ബോഡിക്ക് ചേരും, ഏത് ബോഡി ടൈപ്പിനായിരിക്കും ഇത് നല്ലത്, വിന്ററിനാണോ സമ്മറിനാണോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്റെ വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് വാസ്ലിന്റെ ഹെൽത്തി ബ്രൈറ്റ് ഡെയിലി ബ്രൈനിങ് ഈവൻ ടോൺ ലോഷൻ. ആൻഡ് ഇത് കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയാണ്, ഞാൻ കാണിച്ചു തരാം. ബ്രാൻഡ് ക്ലെയിം ചെയ്യുന്നത് ഇത് ട്രിപ്പിൾ സൺസ്ക്രീൻ ആയിട്ട് ആക്ട് ചെയ്യുന്നൊക്കെയാണ്. പക്ഷെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇത് അത്ര വർക്കിംഗ് അല്ല. ട്രിപ്പിൾ സൺസ്ക്രീൻ ആയിട്ടൊന്നും സൺസ്ക്രീൻ ആയിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത്. ചെറിയൊരു പ്രൊട്ടക്ഷൻ കിട്ടുമായിരിക്കും. അഥവാ ഇത് യൂസ് ചെയ്താൽ പോലും നമ്മളൊരു ക്ലോത്ത് അതിന്റെ മുകളിൽ കൂടി ഇടേണ്ടി വരും, എന്നാലേ അത്ര പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് അത്ര പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടൂല. അപ്പോ ഇതാണ് എന്റെ ഒരു ഞാൻ വാങ്ങി ട്രൈ ചെയ്തതിൽ എനിക്ക് കുറച്ച് വേസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു ബോഡി ലോഷൻ കം സൺസ്ക്രീൻ. ഓക്കെ, ഇത് കെമിസ്റ്റഡ് പ്ലേന്റെ ബ്രൈറ്റ് ബൂസ്റ്റ് SPF ബോഡി ലോഷൻ 5% നയാസിനമൈഡ് SPF 15+ PA++++ എന്നാണ് അവർ പറയുന്നത്. ആൻഡ് വാവ്, ഇവർ പറയണത് ശരിയാണ്. എനിക്ക് നല്ല കവറേജ് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം. ഞാൻ റീസെന്റ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എനിക്കിത് ഒരു 2 വീക്സ് ആയിട്ടുള്ളൂ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ബിക്കോസ് നല്ല നോൺ ഗ്രീസി ആണ്, അത് മാത്രമല്ല നല്ലൊരു ഫ്രേഗ്രൻസ് ആണ് ഇതിന്. ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ഒന്നുമില്ല, നല്ല ഫ്രേഗ്രൻസ് ആണ്. നിങ്ങളുടെ ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഡ്രൈ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. ആൻഡ് ഇത് നിങ്ങൾ റീഅപ്ലൈ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഏതൊരു സൺസ്ക്രീൻ ആയാലും റീഅപ്ലൈ ചെയ്യാണ്ട് നമ്മുടെ ക്ലൈമറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. റീഅപ്ലൈ ചെയ്തിട്ടേ കാര്യമുള്ളൂ. സോ ദിസ് ഈസ് മൈ ഫേവറേറ്റ് ബോഡി സൺസ്ക്രീൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ബോഡി സൺസ്ക്രീൻ ഇസ് ദിസ് പ്ലമിന്റെ ബോഡി ലവിംഗ് ലിലി മിസ്റ്റ് സൺഷൈൻ ബോഡി ലോഷൻ SPF 35 PA+++. അപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നത് SPF 35 ആണ് ആൻഡ് PA+++, ട്രിപ്പിൾ പ്ലസ് ആണുള്ളത്. ആൻഡ് SPF 35 ആയതുകൊണ്ട് അതിന്റെ കവറേജ് കുറവായിരിക്കും. പക്ഷെ ഇതിന്റെ മണം, ഫ്രേഗ്രൻസ് സൂപ്പർ സൂപ്പർ സൂപ്പർ. ഫോണിലൂടെ ഫ്രേഗ്രൻസ് അറിയാൻ പറ്റിയത് ഞാൻ ഉറപ്പായിട്ടും കാണിച്ചു തന്നെ. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി, നല്ല മണമാണ്. ഇത് നമുക്ക് ഓയിലി സ്കിൻ ഉള്ളവർക്കും ഡ്രൈ സ്കിൻ ഉള്ളവർക്കും യൂസ് ചെയ്യാം. പക്ഷേ SPF 35 ഉള്ളൂ. സോ നമുക്കിത് മൺസൂൺ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും. ബിക്കോസ് 35 ഉള്ളൂ, കവറേജ് കുറവായിരിക്കും, സൺ പ്രൊട്ടക്ഷൻ കുറവായിരിക്കും. പക്ഷെ നിങ്ങൾ 2 മണിക്കൂർ കൂടുന്തോറും റീഅപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആണ്. എന്നാൽ ഇത് നമുക്കൊരു 3 hours കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് പക്ഷെ 2 hours കൂടുമ്പോഴേക്കും നമുക്ക് റീഅപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ 3 ബോഡി സൺസ്ക്രീൻ ആണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിഷ് കെയറിന്റെ ഇവിടെ കാണിക്കാം. ഈ വിഷ് കെയറിന്റെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നല്ലതാണ്. പക്ഷെ അത് കുറച്ച് ഗ്രീസി ഫോമിലാണ് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത്. എന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഓയിലി സ്കിൻ ടൈപ്പ് ആണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഗ്രീസി, പ്രത്യേകിച്ച് സമ്മർ ടൈമിൽ എന്റെ കൈക്ക് നല്ലോണം ഓയിലിയാം. സോ എനിക്ക് ആ സമയത്ത് എന്തായാലും വിഷ് കെയറിന്റെ ബോഡി സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഭയങ്കരമായിട്ട് ഗ്രീസി ആവും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഗ്രീസി ആക്കത്തില്ല കേട്ടോ. അപ്പൊ വിഷ് കെയറിന്റെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ട്. അത് 1 ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ചെന്നൈയിൽ വെച്ചിട്ട്. പിന്നെ എനിക്ക് അത്ര ഇഷ്ടാവാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കിട്ടോ. ഇനി നമുക്ക് നോർമൽ ബോഡി ലോഷനിലേക്ക് വരാം. ഇതാണ് ഫസ്റ്റ് വൺ, പാരച്യൂട്ട് അഡ്വാൻസ് ബോഡി ലോഷൻ ആണ് കേട്ടോ. ഇത് നല്ല മണമൊക്കെയാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ ഇതില് മീഥൈൽ പാരബൻ എന്ന് പറയുന്ന സാധനം ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ കണ്ടതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഇത് യൂസ് ചെയ്യാൻ കുറച്ച് പേടിയാണ്. അതുകൊണ്ട് ഞാനിപ്പോ യൂസ് ചെയ്യില്ല. ഓൾമോസ്റ്റ് ഇവിടെ വരെ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇത് കണ്ടത്. സോ ഇപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്യലില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് അത്ര ഫേവറേറ്റ് അല്ല. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യേണ്ടെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇപ്പൊ വൈറലായ വാസ്ലിന്റെ ഗ്ലൂട്ടാഹയ ഡ്യൂയി റേഡിയൻസ് സിറമിൻ ലോഷൻ. ഇത് എല്ലാവരും പോലെ തന്നെ ഭയങ്കരമായിട്ട് വൈറലായപ്പോ ഞാനും മേടിച്ച് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് ഇതിന്റെ ഫസ്റ്റ് ബോട്ടിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തതാ. ഇതെന്റെ ഫസ്റ്റ് ബോട്ടിലാണ്. ഇതിനകത്തിന് ഒന്നുമില്ല. ഇതിപ്പോ ഞാൻ സെക്കൻഡ് ബോട്ടിൽ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഇന്ന് ഡെലിവർ ആയിട്ടുള്ളൂ. സീല് പോലും പൊട്ടിച്ചിട്ടില്ല, ഡെലിവർ ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഫേസിൽ കുറെ പേര് യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറയുകയാണെങ്കിൽ ഫേസിൽ യൂസ് ചെയ്യണ്ട. പക്ഷെ ബോഡിയിൽ നിങ്ങളുടെ നല്ല ഓയിലി ആണ് സ്കിൻ എങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഭയങ്കര ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഫോമുലയാണ്. ആൻഡ് ബ്രൈറ്റൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ I would say no, ബ്രൈറ്റൻ ചെയ്യുന്നില്ല. പക്ഷെ യു ക്യാൻ യൂസ് ദിസ് ആസ് എ മോയ്സ്ചറൈസർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ വാസ്ലിന്റെ തന്നെ കൊക്കോ ബട്ടർ. ആൻഡ് യെസ്, ഇത് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല നല്ല ബട്ടർ പോലെ ഇങ്ങനെ മെൽറ്റ് ആയി പോണ പോലത്തെ കൺസിസ്റ്റൻസിയാണ് ഇതിന്റെ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് എടുക്കണല്ലോ. ബട്ടർ പോലെയാണ്. നിങ്ങക്ക് ഇത്
നല്ല മണമാണ് കേട്ടോ. അതുപോലെ സമ്മർ ടൈമിലും വിന്റർ ടൈമിലും എനിക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബോഡി ലോഷൻ ഇതാണ്. എന്റെ സൂപ്പർ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. എന്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള നിവ്യയുടെ നറിഷിംഗ് ലോഷൻ ബോഡി മെൽ 72 hours മോയ്സ്ചർ ഇന്റൻസ് കെയർ എന്നാണ് പറയുന്നത്. പ്യുവർ ഹൈഡ്രേഷൻ, ആൽമണ്ട് ഓയിൽ ആൻഡ് ഡീപ് നറിഷ് സിറം. ഇതും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇത് എന്റെ സെക്കൻഡ് പേഴ്സണൽ ഫേവറേറ്റ് ആണെങ്കിൽ ഇതാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. ബോഡി മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഏറ്റവും ടോപ്പ് പിക്ക് എന്ന് പറയുന്നത് ഇതാണ്. ബിക്കോസ് എനിക്ക് സമ്മർ ആയാലും ശരി, വിന്റർ ആയാലും ശരി, ഏത് ടൈം ആയാലും ഒരുപോലെ സ്യൂട്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഇത് മാത്രമാണ്. ഇവനാണ് എന്റെ ബോഡിയിൽ വരുന്ന ആ വെള്ള വരയില് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം. സൂപ്പർ അഫോർഡബിളും ആണ്. അത് മാത്രമല്ല സൂപ്പർ മോയ്സ്ചറൈസിംഗ് ആണ്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും യു ക്യാൻ ഗോ ഫോർ ദിസ് വൺ. സോ സൂപ്പർ അടിപൊളിയാണ്. മിനിമലിസ്റ്റിന്റെ നയാസിനമൈഡ് 5% ബോഡി ലോഷൻ വിത്ത് ഗ്ലിസറിൻ, ഷിയ ബട്ടർ, ബെറ്റൈൻ കീപ് സ്കിൻ ഹെൽത്തി ആൻഡ് ഹൈഡ്രേറ്റഡ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് പറയുന്നത്. പക്ഷേ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ഓയിലി സ്കിൻ ടൈപ്പിന് പറ്റുന്നതല്ല. എനിക്ക് ഇത് പറ്റില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യാ എന്റെ കാലിലിടാനായിരിക്കും. കാലിന്റെ ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. പക്ഷെ ഹാൻഡ്സ് ഒക്കെ ഓയിലിയും എന്റെ കാല് കുറച്ച് ഡ്രൈ ആണ്. അപ്പൊ ഞാൻ കാലിലിടാൻ വേണ്ടി മാത്രമാണ് ഈ സാധനം യൂസ് ചെയ്യണത്. അടിപൊളിയാണ്. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ, ഓയിലി സ്കിൻ ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഡ്രൈ ലെഗ് ഒക്കെ ഉണ്ടെങ്കിൽ, ഡ്രൈ ലെഗ്സ് ഒക്കെ ഉള്ളവർക്ക് എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കൂ. സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഫോർ ഡ്രൈ സ്കിൻ. ഓക്കെ. ആൻഡ് ഇതിന് പ്രത്യേകിച്ച് ഫ്രേഗ്രൻസോ അങ്ങനെ ഒന്നുമില്ല. നല്ലതായിട്ട് ഗ്ലൈഡ് ചെയ്ത് പോണ ഒരു സാധനമാണ്. ആൻഡ് നല്ല മോയ്സ്ചറൈസും ചെയ്യും ഫോർ ഡ്രൈ സ്കിൻ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, കെമിസ്റ്റഡ് പ്ലെയിന്റെ വിത്ത് എസെൻഷ്യൽ സെറമൈഡ് AHA ബോഡി ലോഷൻ ഫോർ ഡെയിലി യൂസ്. 5% നാച്ചുറൽ AHA നയാസിനമൈഡ് പ്ലസ് ഷിയ ബട്ടർ. ഇത് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ ആണ്. ഇത് കൂടുതൽ എക്സ്ഫോലിയേറ്റ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഞാൻ വീക്ക്ലി ട്വൈസ് ഒക്കെ ഇത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ എക്സ്ഫോലിയേറ്റിംഗ് ആണ് നിങ്ങളുടെ പേർപ്പസ് എങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് വൺ. ഓക്കെ. വീക്ക്ലി ട്വൈസ് ഒക്കെ ഇത് യൂസ് ചെയ്യാൻ സൂപ്പർ ആണ്. ഡെയിലി പ്രിഫറബിൾ അല്ല. ഡെയിലി യൂസ് ഇവര് പറയുന്നത് ഡെയിലി യൂസ് എന്നാണ് ഫോർ ഡെയിലി യൂസ്. പക്ഷെ ഞാൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാറില്ല. ഇതും അടിപൊളിയാണ്. നല്ല സ്മെല്ലൊക്കെയാണ്. കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരാ. ഇത് നല്ല മണമാണ്. അല്ലാണ്ട് ശരിക്കും ഞാൻ ഈ സ്മെല്ലുള്ളത് നോക്കിയെടുക്കണതാണ് കേട്ടോ. ബിക്കോസ് എനിക്ക് ഈ സ്മെല്ല് അല്ലെങ്കിൽ ഈ ഫ്രേഗ്രൻസ് ഒരു അഡിക്ഷൻ പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രേഗ്രൻസ് ഉള്ള ബോഡിയിൽ ഫ്രേഗ്രൻസ് ഉള്ള സാധനങ്ങൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ. ഭയങ്കര കുത്തണ മാതിരിയുള്ള ഫ്രേഗ്രൻസ് ഒന്നുമില്ല. ചെറിയ മൈൽഡ് സ്മെല്ലൊക്കെ ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ്. ഓക്കെ. നമുക്ക് ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഫോർ ഡെയിലി യൂസ് എന്ന് തന്നെയാണ് അവരും പറയുന്നത്. പക്ഷെ ഞാൻ വീക്ക്ലി ട്വൈസ് മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. ഇത്രയും പറഞ്ഞതിൽ എന്റെ ഫേവറേറ്റ് പിക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ മാതിരി നിവ്യയുടേതാണ്. നിവ്യയുടെ നറിഷിംഗ് ലോഷൻ ബോഡി മെൽ 72 hours മോയ്സ്ചർ ഇന്റൻസ് കെയർ. ഇതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. സമ്മർ ടൈമില്, വിന്റർ ടൈമില്, ഓയിലി സ്കിൻ ആയാലും ഡ്രൈ സ്കിൻ ആയാലും യു ക്യാൻ യൂസ് ദിസ്. സോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.